നമസ്കാരം. വാർത്തകൾ സമഗ്രമായി നോക്കാം. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ട്രെയിനുകളിൽ കനത്ത തിരക്ക്. വേണാട് എക്സ്പ്രസിൽ 2 യാത്രക്കാരികൾ കുഴഞ്ഞു വീണു. കഴിഞ്ഞ ദിവസവും ഒരു യാത്രക്കാരി കുഴഞ്ഞു വീണിരുന്നു. തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ കൂടുതൽ മെമു സർവീസ് അനുവദിക്കണമെന്ന ആവശ്യത്തോട് റെയിൽവേ അവഗണന തുടരുകയാണ്. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസിൽ ഇന്ന് രാവിലെയാണ് 2 യാത്രക്കാർ കുഴഞ്ഞു വീണത്. തിരുവല്ല സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴും പിറവം റോഡ് കഴിഞ്ഞപ്പോഴുമാണ് സംഭവം നടന്നത്. ബോധക്ഷയമുണ്ടായതിനെ തുടർന്ന് യാത്രക്കാരിൽ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. കഴിഞ്ഞ ദിവസവും തൃപ്പൂണിത്തുറയിൽ സമാനമായ രീതിയിൽ ഒരു യാത്രക്കാരി കുഴഞ്ഞു വീണിരുന്നു. പാലരുവി വേണാട് എക്സ്പ്രസുകൾക്കൊപ്പം മെമു ട്രെയിൻ കൂടി അനുവദിക്കണമെന്ന ഏറെ നാളായുള്ള യാത്രക്കാരുടെ ആവശ്യത്തോട് റെയിൽവേ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് രാവിലെ വേണാട് ഏകദേശം തിരുവല്ലയിലോടുകൂടി തന്നെ നിറഞ്ഞു കവിഞ്ഞാണ് വന്നത്. കോട്ടയത്തു നിന്നൊക്കെ ആളുകൾക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ട്രെയിൻ കോട്ടയം എത്തിച്ചേർന്നു. അതിനുശേഷമുള്ള സ്റ്റേഷനിലൊക്കെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ആളുകൾ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10 വർഷമായിട്ട് കോട്ടയം എറണാകുളം റൂട്ടിൽ പാലരുവിയിലും വേണാടിലും യാത്ര ചെയ്യുന്ന ഒരാളാണ്. കാരണം വേണാടിൽ യാത്ര ചെയ്താൽ ഓഫീസ് സമയം പാലിക്കാത്തതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും പാലരുവിയിൽ കയറേണ്ട അവസ്ഥയാണ്. പാലരുവി നമുക്കൊരു 20-25 മിനിറ്റ് മുളന്തുരുത്തി പിടിച്ചിടുകയാണ് വന്ദേ ഭാരത് കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ആൾക്കാർ കൊഴിഞ്ഞു വീഴുന്നതും അതുപോലുള്ള ശ്വാസം കിട്ടാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ചെങ്ങന്നൂർ മുതൽ എറണാകുളം വരെയുള്ള സ്ഥലത്താണ് യാത്രക്കാർ കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. നീണ്ടകാലത്തെ യാത്രക്കാരുടെ പ്രതിഷേധത്തിനൊടുവിൽ ഓണക്കാലത്ത് ഒരു അധിക ട്രെയിൻ അനുവദിച്ചെങ്കിലും പിന്നീട് നിർത്തലാക്കി. മീഡിയ 1 കൊച്ചി. ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ അനുവദിച്ചത് 6 മാസത്തെ സമയം. ഇതോടെ അന്വേഷണം ഇഴയുമെന്ന് ഉറപ്പായി. വിവാദങ്ങൾക്കിടെ അജിത് കുമാറിനെതിരായ സാമ്പത്തിക ആരോപണങ്ങളിൽ വിജിലൻസ് ഇന്ന് പ്രാഥമിക അന്വേഷണം തുടങ്ങും. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA നൽകിയ പരാതികളിൽ അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. എന്നാൽ അൻവറിന്റെ പരാതികളിൽ പറയുന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിന് ആ വേഗവും അടിയന്തര സ്വഭാവവുമില്ല. പ്രാഥമിക അന്വേഷണം നടത്തി 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതിയെന്നാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ഇക്കാര്യം അന്വേഷണ ഉത്തരവിലില്ല. എന്തന്വേഷണമാണ് നടക്കുകയെന്നുമില്ല. MR അജിത് കുമാർ, മുൻ മലപ്പുറം SP സുജിത് ദാസ്, മലപ്പുറം ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ എന്നിവർക്കെതിരെയാണ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത്. അനധികൃത സ്വത്ത് സമ്പാദനമടക്കം 5 വിഷയങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം. കള്ളക്കടത്ത് സംഘങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വർണത്തിന്റെ ഒരു ഭാഗം അജിത് കുമാറും സുജിത് ദാസും തട്ടിയെടുക്കുന്നെന്ന പരാതിയും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഈ ആരോപണം ഉയർത്തുന്നത് സ്വർണ്ണക്കടത്തുകാരാണെന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. മുഖ്യമന്ത്രി വരെ തള്ളിയ ആരോപണത്തിൽ മറിച്ചെന്തെങ്കിലും കണ്ടെത്തിയാലും വിജിലൻസിന് കേസെടുക്കാൻ കഴിയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇന്ന് പ്രാഥമിക അന്വേഷണം തുടങ്ങാനിരിക്കുകയാണ് വിജിലൻസ്. SP KL ജോൺകുട്ടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ മൊഴി എങ്ങനെയാണ് SPക്ക് രേഖപ്പെടുത്താൻ കഴിയുകയെന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഹരിമോഹൻ, മീഡിയ 1, തിരുവനന്തപുരം. പരസ്യ പ്രസ്താവന അവസാനിപ്പിച്ചെങ്കിലും PV അൻവർ MLAയുടെ അടുത്ത നീക്കം എന്താകുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. P ശശി അടക്കമുള്ളവർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പാർട്ടി പിന്തുണ ഉറപ്പിച്ച ശേഷമാണ് PV അൻവറിന്റെ താൽക്കാലിക പിന്മാറ്റം. വെടിനിർത്തലിന് പിന്നാലെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫേസ്ബുക്ക് കവർ ഫോട്ടോ മാറ്റി പ്രവർത്തകർക്കൊപ്പമുള്ള ചിത്രം ചേർത്തിരുന്നു. പാർട്ടിയുടെ അഭ്യർത്ഥന പ്രകാരം താൽക്കാലികമായി പരസ്യ വിമർശനങ്ങളിൽ നിന്ന് പിന്മാറുന്നുവെന്നാണ് അൻവർ ഇന്നലെ വ്യക്തമാക്കിയത്. പരാതികൾ സമയബന്ധിതമായി പരിശോധിക്കുമെന്ന പാർട്ടിയുടെ ഉറപ്പ് തനിക്ക് ലഭിച്ചതായി അൻവർ പറയുന്നുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി പിന്മാറുന്നുവെന്ന് പറഞ്ഞാണ് അൻവർ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് പിന്മാറ്റം താൽക്കാലികം മാത്രം. 10 ദിവസത്തിനുള്ളിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് വരുമ്പോൾ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുകയും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതിരിക്കുകയും ചെയ്താൽ അൻവർ വീണ്ടും ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി പറഞ്ഞിട്ടും വിമർശനങ്ങൾ തുടർന്ന അൻവർ പാർട്ടി പറഞ്ഞപ്പോൾ അടങ്ങിയത് ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് സൂചന. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അൻവറിന്റെ നീക്കങ്ങൾ സർക്കാർ CPM-ഉം ഉറ്റുനോക്കുകയാണ്. അൻവറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശുഭമായി അവസാനിക്കുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. എല്ലാ കാര്യങ്ങളും സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടുണ്ട്, അൻവർ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ശുഭമായി തീരും. അതിനിടെ മുഖ്യമന്ത്രിയോടുള്ള വിയോജിപ്പിന്റെ സൂചന നൽകി ഫേസ്ബുക്കിലെ കവർ ഫോട്ടോ PV അൻവർ മാറ്റി. സത്യമേവ ജയതേ എന്ന പേരിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന പടം മാറ്റി പാർട്ടി പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന പടമാണ് അൻവർ ഇട്ടിരിക്കുന്നത്. മീഡിയ 1, തിരുവനന്തപുരം. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ വിമർശിച്ചും പരിഹസിച്ചും CPI മുഖപത്രം ജനയുഗം. കലങ്ങാതെ കലങ്ങുന്ന നീർച്ചുഴി പോലെയാണ് പൂരമെന്നാണ് അജിത് തമ്പുരാന്റെ കണ്ടുപിടുത്തം. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാമെന്ന ഗൂഢാലോചനയിലെ ഓരോ നീക്കവും അജിത്ത് നടത്തുന്നത് വ്യക്തമാണെന്നും ജനയുഗം തുറന്നടിക്കുന്നു.
ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് CPI ദേശീയ നിർവാഹക സമിതി അംഗമായ K പ്രകാശ് ബാബു ജനയുഗത്തിൽ ലേഖനം എഴുതിയിരുന്നു. അന്വേഷണ റിപ്പോർട്ട് കിട്ടാതെ ആർക്കെതിരെ നടപടിയെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ പ്രധാനപ്പെട്ട നേതാക്കൾ മൗനം പാലിച്ചു. ഇതിന് പിന്നാലെയാണ് CPI മുഖപത്രമായ ജനയുഗത്തിൽ അജിത് കുമാറിനെതിരായ കടുത്ത വിമർശനങ്ങളും പരിഹാസവുമുള്ള ലേഖനം വന്നിരിക്കുന്നത്. പരിചയക്കുറവ് കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ച SP-യുടെയും പൂരം നടത്തിപ്പുകാരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ തലയിൽ പഴിചാരിയുള്ള തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് അജിത്ത് തയ്യാറാക്കിയത്. പൂരം കലക്കൽ വേളയിലുള്ള ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. പൂരം നിയന്ത്രിക്കുന്നത് ഇയാളാണെന്ന് ചിത്രത്തിൽ നിന്ന് വ്യക്തം. ADGP രംഗത്തുള്ളപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വെറുമൊരു SP ആകുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് ജനയുഗം മുന്നോട്ട് വെക്കുന്നത്. പൂരം എങ്ങനെ ഭംഗിയാക്കാം എന്നതിന് പകരം എങ്ങനെ കുളമാക്കാം എന്നുള്ളതായിരുന്നു അവിടെ നടന്ന ഗൂഢാലോചന. പൂരം കലക്കി സുരേഷ് ഗോപിയെ എങ്ങനെ ജയിപ്പിക്കാം എന്ന ഗൂഢാലോചനയിലെ ഓരോ നീക്കവും വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. പൂരം കലക്കലിന് ചുക്കാൻ പിടിച്ച ആളാണ് അജിത് കുമാർ. അയാൾ തന്നെ അന്വേഷണം നടത്തിയാൽ താൻ കലക്കിയില്ല എന്ന റിപ്പോർട്ടല്ലാതെ നൽകാനാകുമോ എന്ന പ്രസക്തമായ ചോദ്യം ജനയുഗം മുന്നോട്ട് വെക്കുന്നുണ്ട്. നാണംകെട്ട റിപ്പോർട്ട് തയ്യാറാക്കിയ അജിത് കുമാർ സ്വയം കുറ്റവിമുക്തനായി എന്നും ലേഖനം പരിഹസിക്കുന്നു. മീഡിയ 1 തിരുവനന്തപുരം. വ്യക്തതയില്ലാതെ തൃശൂർ പൂരം കലക്കലിലെ അന്വേഷണ റിപ്പോർട്ട്. സ്ഥലത്തുണ്ടായിരുന്ന IG K സേതുരാമനും DIG അജിത ബീഗവും എന്ത് ചെയ്തെന്ന് റിപ്പോർട്ടിലില്ല. ഉന്നത ഉദ്യോഗസ്ഥരെ കമ്മീഷണർ വിവരം അറിയിച്ചില്ല എന്നത് മാത്രമാണ് റിപ്പോർട്ടിലുള്ളത്. പൂരം കലക്കലിൽ തുടർ നടപടികൾക്കും ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ശുപാർശയില്ല. 3 ഉന്നത ഉദ്യോഗസ്ഥരാണ് പൂരം കലങ്ങുമ്പോൾ തൃശൂരിലുണ്ടായിരുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ, ഉത്തരമേഖല IG സേതുരാമൻ, തൃശൂർ റേഞ്ച് DIG അജിത ബീഗം എന്നിവർ. താൻ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അജിത് കുമാർ തന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നില്ല. IG DIG എന്നിവർ പൂരം കലങ്ങുമ്പോൾ എന്ത് ചെയ്തുവെന്ന ചോദ്യത്തിനും ഉത്തരമില്ല. ഉന്നത ഉദ്യോഗസ്ഥരെ അന്നത്തെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് വിവരങ്ങൾ ധരിപ്പിച്ചില്ലെന്ന് മാത്രമാണ് റിപ്പോർട്ടിലുള്ളത്. ADGP ഇടപെടാതിരുന്നതിനെ ചോദ്യം ചെയ്ത് തിരുവമ്പാടി ദേവസ്വം രംഗത്തെത്തി. ADGP അവിടെ ഉണ്ട് എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ADGP ലോ ആൻഡ് ഓർഡർ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരി അങ്ങോട്ട് അറിയണ്ടേ? അതാണ് നമ്മുടെ ചോദ്യം. സാധാരണ ഉണ്ടാകേണ്ട തുടർ നടപടികളെ കുറിച്ചുള്ള ശുപാർശയും റിപ്പോർട്ടിലില്ല. ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യേണ്ട റിപ്പോർട്ടിൽ പക്ഷേ ഉള്ളത് പൂരം നടത്തിപ്പിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ്. മണിമംഗലം ശാസ്താവിന്റെ ഭാരപോത് തന്നെ തടസ്സപ്പെട്ടിട്ട് അതിന്റെ പിന്നിൽ പോലീസ് വേണ്ട രീതിയിൽ അവിടെ തൊട്ട് ഓരോന്ന് കൈവിട്ട് പോയി. അത് സമാപിച്ചത് രാത്രി ഈ ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞപ്പോഴാണ്. അതുപോലെ തന്നെ പോലീസ് ആൾക്കാരെ ഇത് എങ്ങനെ കാണിക്കാണ്ടിരിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ്. അങ്കിത് അശോകിനെതിരായ നടപടിയെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പൂരം അവസാനിച്ച ഉടൻ തന്നെ അങ്കിതിനെ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പായതിനാൽ 1.5 മാസം വൈകിയെന്നാണ് പരാമർശം. മീഡിയ 1 തിരുവനന്തപുരം. യോഗി ആദിത്യനാഥിനേക്കാൾ RSSന് വിശ്വാസം പിണറായി വിജയനെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പൊങ്കാല കലക്കി തിരുവനന്തപുരം നഗരസഭ BJPക്ക് കൊടുക്കുമോ എന്നാണ് അറിയേണ്ടതെന്നും K മുരളീധരൻ പറഞ്ഞു. ADGPക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് M വിൻസെന്റ് MLA മുഖ്യമന്ത്രിക്കും DGPക്കും കത്തയച്ചു. ഇന്ന് സത്യം പറഞ്ഞാൽ യോഗി ആദിത്യനാഥിനേക്കാളും BJPക്ക് കാര്യങ്ങൾ നടക്കുന്ന കേരളത്തിലാണ്, കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്ന കേരളത്തിലാണ്. പൂരം കലക്കി സുരേഷ് ഗോപിയെ ഡൽഹിക്ക് അയച്ചതുപോലെ അടുത്ത പൊങ്കാല കലക്കി നഗരസഭ BJPക്ക് കൊടുക്കുമെന്നാണ് എൻ്റെ പേടി. കാരണം പിണറായിക്ക് ഇനി മുഖ്യമന്ത്രി സ്ഥാനം ഒന്നും കൂടെ ഒരു ടേമും കൂടെ കിട്ടിയാൽ മാത്രം മതി മൂപ്പർക്ക്. ഇനി കേരളം കുളം തോണ്ടിയാലും ഒരു പ്രശ്നവുമില്ല. ഞാൻ ചോദിക്കട്ടെ, CPIക്കാരെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്? ഇന്ന് ജനയുഗത്തിലെ മോഹപ്രസംഗം എഴുതി. ഒരു LDFിലെ ഘടകകക്ഷിയല്ലേ. മന്ത്രി രാജിന് വിശ്വാസമുണ്ടോ ഈ റിപ്പോർട്ടിൽ? മന്ത്രിയെ മാറ്റുന്ന കാര്യത്തിൽ പാർട്ടി എടുക്കുന്ന എന്ത് തീരുമാനവും അംഗീകരിക്കുമെന്ന് AK ശശീന്ദ്രൻ. പാർട്ടിയിൽ തർക്കമില്ലെന്നും ശശീന്ദ്രൻ പറഞ്ഞു. ശരത് പവാറിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ നേതാക്കൾ ഈ ആഴ്ച മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 8.5 വർഷമായി NCP കോട്ടയിൽ AK ശശീന്ദ്രനാണ് LDF സർക്കാരുകളിലെ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത്. 2ാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിസ്ഥാനത്ത് മാറ്റമുണ്ടാകുമെന്ന ധാരണ ഉണ്ടായിരുന്നുവെന്നാണ് തോമസ് കെ തോമസ് അവകാശപ്പെട്ടത്. തർക്കങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ആഴ്ച ദേശീയ അധ്യക്ഷൻ ശരത് പവാർ സംസ്ഥാനത്തെ നേതാക്കളുമായി ചർച്ച നടത്തി. തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാമെന്നായിരുന്നു യോഗത്തിലുണ്ടായ ധാരണ. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി നിലപാട് അറിയിക്കാൻ സംസ്ഥാന നേതാക്കളെ ശരത് പവാർ ചുമതലപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയെ PC ചാക്കോയും AK ശശീന്ദ്രനും തോമസ് കെ തോമസ് ഒരുമിച്ച് കാണാൻ ഒരുങ്ങുന്നത്. പാർട്ടി എന്ത് തീരുമാനിച്ചാലും അത് അംഗീകരിക്കുമെന്ന് AK ശശീന്ദ്രൻ. എന്നെ ആക്കിയവർ ആണ് എന്നെ ആക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടവർ. അതൊക്കെ അവരുടെ അധികാരാവകാശങ്ങളിൽപ്പെട്ട കാര്യത്തിൽ ഞാനിപ്പം വനംവകുപ്പിനെ ചുമതല ഏറ്റെടുത്തിട്ടാണ് ആ പണി ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ആ പണി ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യില്ല, അത്രയേ ഉള്ളൂ. മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. NCPയുടെ ആഭ്യന്തരകാര്യം എന്ന നിലയിൽ അവരുടെ തീരുമാനത്തിന് വിടുകയാണെങ്കിൽ അടുത്ത ആഴ്ച രാജ്ഭവനിൽ ഒരു സത്യപ്രതിജ്ഞ കൂടി നടക്കും. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ AK ശശീന്ദ്രൻ NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നേക്കും. PC ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തുടരും. മീഡിയ 1 തിരുവനന്തപുരം.
ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തുന്ന തിരച്ചിലിൽ അർജുന്റെ ലോറിയിൽ മരത്തടി കെട്ടാൻ ഉപയോഗിച്ച കയർ ലഭിച്ചു. ഒരു വാഹനത്തിന്റെ ലോഹഭാഗം കണ്ടെത്തി. നാവികസേനയുടെ സോണാർ പരിശോധനയിൽ ശക്തമായ സിഗ്നൽ ലഭിച്ച ഭാഗത്താണ് തിരച്ചിൽ. ഇന്നലെ തിരച്ചിലിനിടെ കണ്ടെത്തിയ അസ്ഥിഭാഗം ഫോറൻസിക് പരിശോധന നടത്തും. ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഷിരൂരിൽ നിന്ന് ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ്, കഴിഞ്ഞ ദിവസവും തെരച്ചിലിൽ മരത്തടികളും അത് കെട്ടാൻ ഉപയോഗിച്ച കയറുകളും കണ്ടെത്തിയിരുന്നു. ഇന്നിപ്പോൾ ഒരു വാഹനത്തിന്റെ ലോഹഭാഗം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് അർജുനന്റെ വാഹനത്തിന്റെ ആണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? നാവികസേനയുടെ സോണാർ പരിശോധനയിൽ ഏറ്റവും ശക്തമായ സിഗ്നൽ ലഭിച്ച പോയിന്റ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഡ്രഡ്ജർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം വരെയും ഡ്രഡ്ജർ ആ പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ബാക്ക് പാക്ക് കിട്ടിയിരുന്നു, ഒരു ബാഗ് കിട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ ഒരു വാഹനത്തിൻ്റെ ഒരു ഭാഗം ലഭിച്ചു. അതോടൊപ്പം അർജുൻ്റെ ലോറിയിൽ തടി കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കയർ കിട്ടിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഭാഗം അർജുൻ്റെ ലോറിയുടേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അത് ഇവിടെ കരയിൽ എത്തിച്ചതിന് ശേഷം പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് അർജുൻ്റെ ലോറിയുടേതാണോ അല്ലേ എന്ന ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഇന്നലെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് നടത്തിയ തെരച്ചിലിലാണ് ഇവിടെ നിന്നൊരു അസ്ഥിഭാഗം കിട്ടിയത്. ആ അസ്ഥിഭാഗം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് 2 മണിയോടുകൂടി ലഭിക്കും എന്നാണ് സൂചന ഉള്ളത്. ഇത് മനുഷ്യൻ്റേതാണോ എന്ന് സ്ഥിരീകരിക്കലാണ് ഈ ഫോറൻസിക് പരിശോധന കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ അസ്ഥിയാണ് എന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ അത് DNA പരിശോധനയ്ക്ക് അയക്കും. 3 പേരെയാണ് ഈ പുഴയിൽ കാണാതായിട്ടുള്ളത്. 3 പേരുടെയും DNA സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. ഈ DNA പരിശോധനാ ഫലം വന്ന് മാച്ച് ചെയ്താൽ നമുക്ക് അതിലും ഒരു വ്യക്തത വരും. ഇതുവരെയായും അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ട് പ്രധാന ഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ശക്തമായ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് ഇപ്പോൾ തെരച്ചിൽ തുടരുന്നുണ്ട്. ആ ഭാഗത്ത് തന്നെയാവും അർജുൻ്റെ ലോറി ഉള്ളത് എന്നതാണ് പ്രതീക്ഷ. ആ ഭാഗത്ത് വലിയ അപകടം പറ്റാതെ അങ്ങനെ തന്നെ മണ്ണിലുണ്ടോ എന്നതാണ് സംശയം ഉയർത്തുന്നത്. നേരത്തെ അപകടത്തിൽപ്പെട്ടിരുന്ന ടാങ്കർ ലോറി ചിന്നിച്ചിതറിയ രൂപത്തിൽ പല കഷ്ണങ്ങളായി പല ഭാഗങ്ങളായാണ് ലഭിച്ചത്. അതിൻ്റെ എൻജിൻ ഭാഗം ലഭിച്ചിരുന്നു. അതോടൊപ്പം ക്യാബിൻ തകർന്ന രൂപത്തിൽ ലഭിച്ചിരുന്നു. അതിൻ്റെ 2 വീലുകൾ ഘടിപ്പിച്ച ഭാഗം ലഭിച്ചിരുന്നു. അങ്ങനെ പല ചെറിയ ചെറിയ കഷ്ണങ്ങളായും ഒക്കെയാണ് ടാങ്കർ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നത്. എന്നാൽ അർജുനിൻ്റെ ലോറിയുടെ പ്രധാന ഭാഗങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ അർജുൻ്റെ ലോറി അങ്ങനെ തന്നെ പൂർണ്ണമായി ഈ പുഴയിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. തടി കെട്ടാൻ ഉപയോഗിച്ച കയർ ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തടിക്കഷ്ണങ്ങളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോറി എവിടെ എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം കണ്ടെത്തുന്നത്. അതിനുവേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അർജുന്റെ ലോറി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമാകുന്നില്ല. ചില ലോഹഭാഗങ്ങൾ ലോറിയുടേതെന്ന് കരുതപ്പെടുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. തടിക്കഷ്ണങ്ങളും ഒപ്പം അത് കെട്ടാൻ ഉപയോഗിച്ച കയറുകളുമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്നലെ ലഭിച്ച ഒരു അസ്ഥി അതിന്റെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അത് മനുഷ്യൻ്റേതാണെന്ന് കണ്ടെത്തിയാൽ പിന്നീട് കൂടുതൽ പരിശോധനകൾ DNA പരിശോധന അടക്കമുള്ളവ നടത്തുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഷിരൂരിൽ നിന്ന് ഷഫീഖ് നസറുള്ള പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്കാണ്. അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ പൊതുദർശനം പുരോഗമിക്കുന്നു. കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പൊതുദർശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ചികിത്സയിലായിരുന്ന MM ലോറൻസ് ശനിയാഴ്ച ഉച്ചയ്ക്കാണ് അന്തരിച്ചത്. എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന MM ലോറൻസിന്റെ മൃതദേഹം രാവിലെ 7:45 പാർട്ടി പ്രവർത്തകരും ജില്ലാ നേതാക്കളും ഏറ്റുവാങ്ങി വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു. അല്പനേരത്തിന് ശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിൽ എത്തിച്ച് പൊതുദർശനം. തുടർന്ന് 9:30 എറണാകുളം ടൗൺ ഹാളിൽ എത്തുന്നു. ടൗൺ ഹാളിൽ എത്തിയ ഉടൻ തന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എത്തി അന്തിമാഭിവാദ്യം അർപ്പിച്ചു. തുടർന്ന് മന്ത്രിമാർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ നേതാക്കന്മാർ, കക്ഷിഭേദമന്യേ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ, അണമുറിയാത്ത പ്രവർത്തകർ, വിവിധ ഭാഗങ്ങളിൽ നിന്നും ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി ആളുകളാണ് എറണാകുളം ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിലയുറപ്പിക്കുകയും ഇടതുബോധത്തെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത MM ലോറൻസ് എന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ജനപ്രവാഹമാണ് എറണാകുളം ടൗൺ ഹാളിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം 4 മണി വരെ നീണ്ടു നിൽക്കുന്ന പൊതുദർശനം. അതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി മൃതദേഹം വിട്ടുനിൽക്കും. അതാണ് CPM തീരുമാനിച്ചിരിക്കുന്ന ഇന്നത്തെ ഈ പൊതുദർശനത്തിന് ശേഷമുള്ള മറ്റ് ക്രമീകരണങ്ങൾ. ഫൈസൽ നിൽക്കുന്നതിനൊപ്പം യു ഷൈജു, മീഡിയ 1 കൊച്ചി.
ഭഗവന്ത് മാന്റെ നേതൃത്വത്തിലുള്ള പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി മന്ത്രിസഭ ഇന്ന് പുനഃസംഘടിപ്പിക്കും. നിലവിലെ മന്ത്രിസഭയിലെ 4 പേരെ ഒഴിവാക്കുകയും 5 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയുമാണ് പുനഃസംഘടന. വൈകിട്ട് 5-ന് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. ഹർദീപ് സിംഗ് മുണ്ടിയൻ, തരുൺ പ്രീത് എസോങ്, രവ്ജോത് ബരീന്ദർ ഗോയൽ, മൊഹീന്ദർ ഭഗത് എന്നിവരാണ് മന്ത്രിസഭയിലെ 5 പുതുമുഖങ്ങൾ. 2.5 വർഷത്തിനിടയിൽ 4ാം തവണയാണ് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ടാണ് ഇപ്പോൾ ലാപ്പത ലേഡീസ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കിരൺ റാവു ആണ് ചിത്രം സംവിധാനം ചെയ്തത്. അതോടൊപ്പം തന്നെ 2022 പുരസ്കാരത്തിന് ഇപ്പോൾ ശുപാർശ ചെയ്തത് ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ്. ആകെ 25 ചിത്രങ്ങളാണ് പരിഗണിച്ചത്. മലയാളത്തിൽ നിന്നുള്ള ഉള്ളൊഴുക്ക് അവസാന 5ാമത്തെ ജൂറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്തുണ്ട്. എന്തായാലും ഏറ്റവും വലിയൊരു ചർച്ച ചെയ്ത ഒരു സിനിമയാണ് ഈ ലാപ്പത ലേഡീസ്. അജ്ഞതയുടെ മൂടുപടങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് അറിവിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ലാപ്പത ലേഡീസ് പങ്കുവയ്ക്കുന്നത്. ഉത്തരേന്ത്യൻ സ്ത്രീ ജീവിതങ്ങളെ പകർത്തി വെക്കുകയാണ് കിരൺ റാവു ഈ ചിത്രത്തിലൂടെ. കല്യാണം കഴിഞ്ഞ് പോകെ ട്രെയിൻ യാത്രക്കിടയിൽ 2 ദമ്പതികൾ ഒരാൾക്ക് വധുവിനെ മാറിപ്പോകുന്നതാണ് ഈ ചിത്രത്തിന്റെ ത്രെഡ്. പക്ഷേ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ഒറ്റപ്പെടലിന്റെയും പ്രണയത്തിന്റെയും ജീവിതം ചേർത്ത് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിലാണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ചിത്രമായി ഇത് മാറിയത്. ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ ചായക്കട നടത്തുന്ന ദീദി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. അവരുമായിട്ട് മുൻപോട്ട് പോകുന്ന ഈ നടി അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. അതിൽ ഉത്തരേന്ത്യൻ സ്ത്രീ ജീവിതങ്ങളെ എത്തരത്തിലാണ് അവരുടെ വിദ്യാഭ്യാസം, അവരെ വിദ്യാഭ്യാസത്തിൽ മാറ്റി നിർത്തുന്ന അവസ്ഥ, അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമാക്കുകയാണ് കിരൺ റാവു ഈ ചിത്രത്തിലൂടെ. എന്തായാലും ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ടാണ് ഈ ചിത്രം ഇപ്പോൾ ഓസ്കാർ വേദിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ശരി, മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായാണ് ലാപ്പത ലേഡീസ് ഓസ്കറിനെത്തുന്നത്. വിവരങ്ങളാണ് സജു തോമസ് നൽകിയത്. ഇടുക്കി മറയൂർ കാന്തല്ലൂരിലുണ്ടായ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. പാമ്പൻപാറ സ്വദേശി തോമസിനാണ് പരിക്കേറ്റത്. തോമസിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ കൃഷിയിടത്തിൽ വെച്ചാണ് തോമസിനെ കാട്ടാന ആക്രമിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് തോമസിനെ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്ക് ഗുരുതരമായതിനാൽ തോമസിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കാട്ടാനയാക്രമണം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവുമുണ്ടായി. കാട്ടാനയെ തുരത്തണമെന്ന ആവശ്യം ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ഉന്നയിച്ചിട്ട് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല. ഇതിനെതിരെ ശക്തമായ സമീപനം സ്വീകരിക്കണം. മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കഴിഞ്ഞ കുറെ നാളുകളായി കാട്ടാനശല്യം രൂക്ഷമാണ്. ജനവാസ മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ വനം വകുപ്പും പഞ്ചായത്തും ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പ്രശ്നപരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. മീഡിയ 1 ഇടുക്കി. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷിനുമെതിരായ ഗൂഢാലോചനാ കുറ്റം നിലനിൽക്കില്ലെന്നും വി ജയരാജൻ. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ BJPയിലെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി. എറണാകുളം പട്ടിമറ്റം ബിവറേജസ് ഔട്ട്ലെറ്റിൽ പോലീസുകാരന്റെ അതിക്രമം. പണം നൽകാതെ കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെയാണ് അതിക്രമം. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ പവന് 160 രൂപ കൂടി 55,840 രൂപയായി. കടക്കലിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന അപകടം. ഫയർഫോഴ്സ് എത്തി തൊഴിലാളിയെ രക്ഷിച്ചു. ബീഹാറിൽ പാലം തകരൽ തുടർക്കഥ. സമസ്തിപൂരിൽ തകർന്നത് നിർമ്മാണത്തിലിരുന്ന പാലം. ISLൽ നിന്ന് മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. മോഹൻ ബഗാൻ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റിയോട് സമനില വഴങ്ങിയിരുന്നു. മോഹൻ ബഗാന്റെ മൈതാനമായ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇപ്പോൾ PV അൻവർ MLA മാധ്യമങ്ങളെ കാണുന്നു. പറഞ്ഞല്ലോ, ഇനി ആ റിപ്പോർട്ട് വരട്ടെ. 1 മാസക്കാലാണല്ലോ. ആ റിപ്പോർട്ട് സത്യസന്ധമാണെങ്കിൽ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നമുക്ക് പറയാം. അല്ല, ഒന്നും പറയില്ല. പാർട്ടിക്ക് എഴുതി കൊടുത്ത് പറയിപ്പിക്കും. ഞാൻ ആ പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇത് കഴിഞ്ഞ വരെ നിങ്ങൾ ആരും ബുദ്ധിമുട്ടാക്കരുതല്ലോ. ഫോറസ്റ്റിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുകയല്ലേ. 100% ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പറഞ്ഞത് തന്നെ വാസ്തവം.
ഈ പറഞ്ഞത് ഞാൻ കേരളത്തിന്റെ നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്. ഈ പന്നിശല്യം സഭയിൽ ഉന്നയിച്ചപ്പോൾ ഇവർ കൊടുത്ത റിപ്പോർട്ട് നിലമ്പൂരിൽ 2000 പന്നികളുണ്ട്. ഞാനന്ന് ബഹുമാനപ്പെട്ട ഈ മിനിസ്ട്രിയില്ല, കഴിഞ്ഞ മിനിസ്ട്രിയിൽ അന്ന് രാജ്യ മിനിസ്റ്ററോട് ഞാൻ പറഞ്ഞു 2 വാഗൺ തീവണ്ടി ഇങ്ങോട്ട് അയക്കാൻ 50,000 പന്നിനെ ഞാൻ കയറ്റി വിട്ടു കൊടുക്കാന്ന് പറഞ്ഞു നിലമ്പൂരിൽ. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ഥിതി. ഒരു ജനകീയ മുഖമില്ല. ഏത് ഭരണകക്ഷിയാണെങ്കിലും ആ ഗവൺമെന്റിനെ ജനങ്ങൾക്കെതിരാക്കും. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ഈ മലയാള 10-60 നിയമസഭാ മണ്ഡലമുണ്ട്. ജനങ്ങൾ 10-15% ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഈ ഉദ്യോഗസ്ഥരുണ്ട്. മനഃപൂർവ്വമുള്ള ശ്രമമാണ്. ഇത് സർക്കാരിനെതിരാണല്ലോ, ഇത് സർക്കാരിനെതിരല്ലോ, ഈ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തോന്നിവാസത്തിനെതിരാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടല്ലോ, 15 കോടി രൂപയുടെ പ്രൊജക്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന അതിന്റെ ഉദ്ഘാടനമാണ്. 6-7 ബിൽഡിംഗ് ആണ്. എന്ത് ആവശ്യത്തിന് നിലവിലുള്ള ബിൽഡിങ്ങുകളുണ്ട്, അത്യാവശ്യം ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഇവിടെ മനുഷ്യരെ ഈ മൃഗശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുന്ന സ്ഥിതിയാ നിലമ്പൂര്. 70% ഫോറസ്റ്റാണ് നിലമ്പൂരിൽ. അവിടെ ഫെൻസിങ് ചെയ്യാൻ പൈസ ഉപയോഗിക്കുന്നതിന് വളരെ ഭാഗികമായ കണ്ണിൽ പൊടിയിലുള്ള ഒരു എമൗണ്ട് ഫെൻസിങ്ങിന് എടുത്തിട്ട് ബാക്കി മുഴുവൻ ഈ കെട്ടിടം അവരുടെ സൗകര്യം നിങ്ങൾ കാണും. നിങ്ങളൊന്ന് ഫോട്ടോ എടുത്ത് കൊടുക്ക്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരുപാട് കെട്ടിടം വെറുതെ കിടക്കുന്നത്. ഇതിന്റെ 10-1 പൈസ ഉണ്ടെങ്കിൽ അത് എന്താ പറയാ, റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഈ നാട്ടുകാരെ നിങ്ങൾക്ക് അറിയാലോ എന്തത് ചെയ്യാത്തത്. അത് തന്നെയാണ് പ്രശ്നം. പണം കൊണ്ടേ കുഴിച്ചിടണം. അത് അവരുടെ സൗകര്യത്തിനാണ്, ജനങ്ങളായിട്ടൊരു ബന്ധമില്ല. അതിന്റെ വിഷയം. അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം 6 മാസം സമയം. നോ മോർ അജിത് കുമാർ ആഫ്റ്റർ ദ റിപ്പോർട്ട് ഓൺലി. PV അൻവർ MLA മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഇനി സ്വർണ്ണവില. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,980 രൂപ, പവൻ 55,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,785 രൂപ, പവന് 46,280 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ.